അജിത്താണ്. അജിത് ഡെയിലി വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമിക്കഞ്ഞിക്ക് ഉണ്ടാക്കുന്ന അസ്ത്രം എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചേന വേണം, പച്ചക്ക വേണം, ചേമ്പ്, ഒരു നാളികേരം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, കടുക്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, പിന്നെ നമ്മൾ 10 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ച കടലയും പയറുമാണ് കിടക്കുന്നത്. പിന്നെ ആവശ്യമുള്ള എണ്ണയും ഉപ്പും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കപ്പയും കൂടി ഇടും, ഒരു ശകലം കപ്പയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി ഇതെല്ലാം കട്ട് ചെയ്ത് പാചകത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തു. ആദ്യം നമുക്ക് ഇതിനകത്ത് പയറും കടലയും കൂടെ ഇടാം. അതിട്ടു. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പച്ചക്കായും ചേന, ചേമ്പ്, കപ്പ അതുമെല്ലാം ഇട്ടു. ശകലവും കൂടെ വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇവിടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും അരച്ചെടുക്കാറുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇതിനകത്ത് ഞാനിപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും, പച്ചമുളക്, സവോളയുടെ ഒരു ശകലം ഒരു പീസ്, കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു, ജീരകം ഇട്ടു. ഇതിനകത്ത് മല്ലിപ്പൊടി ഇടത്തില്ല. ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റി, ആ മല്ലിപ്പൊടി ഇടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കടലയും പയറും എല്ലാം കൂടെ പുഴുങ്ങിയില്ല, അതിനകത്ത് ഞാൻ കുറച്ച് കടലയും പയറും എടുത്ത് ഇതിനകത്തിട്ടു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം, പേസ്റ്റ് ആക്കാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ച ഇതെല്ലാം കൂടെ വെന്തു. നമുക്ക് ഇതിനകത്തൊക്കെ തട്ടാം. കഞ്ഞിക്കറി അസ്ത്രം റെഡിയായിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ മസാലക്കൂട്ടിനകത്ത് ഒഴിക്കാം. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശബരിമല സീസണിൽ അമ്പലങ്ങളിലും പിന്നെ ഈ കഞ്ഞി അയ്യപ്പന്മാർ പുതിയ ആൾക്കാർ അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോകത്തില്ലേ, ആ സമയത്തൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയും അസ്ത്രവും ഉണ്ടാവും. ഞങ്ങളൊക്കെ കുടിക്കാൻ പോകും. നമ്മളൊക്കെ സാമിക്കഞ്ഞി എന്ന് പറയും. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുക്കണ്ടേ, അതിനു വേണ്ടിയുള്ള കടുകിട്ടു. ശകലം ജീരകം ഇട്ടു, വറ്റൽമുളക് ഇട്ടു. ഇതിലേക്ക് നമുക്ക് ശകലം വെളുത്തുള്ളിയും സവാളയും കൂടെ കടുക് വറുക്കാനുള്ളത് അതിനകത്തിട്ടു. അതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയും അതൊക്കെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇടും. അതിലേക്ക് കുറച്ച് കരിയാപ്പില. അപ്പം നമ്മുടെ അസ്ത്രം അഥവാ കഞ്ഞിക്കറി അഥവാ സാമിക്കഞ്ഞിയുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ ആ
ഫ്രൈ ആക്കിയില്ലേ. അങ്ങനെ നമ്മൾ വസ്ത്രം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ കഞ്ഞിയും അസ്ത്രവും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.